അസ്സലാമലൈക്കും. അപ്പോൾ ദാ ഇന്ന് വൈകുന്നേരത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഞാൻ അവർക്കുള്ള ചായക്കുള്ള കടിയൊക്കെ ഉണ്ടാക്കുകയാണ്. ദോശയാണ് ഉണ്ടാക്കുന്നത്. അവർക്ക് ദോശ നല്ല ഇഷ്ടമാണ്. ദോശയിലും രാവിലെ ഉണ്ടാക്കണ അങ്ങനത്തെ പലഹാരങ്ങളാണ് കൂടുതൽ കഴിക്കുക. അപ്പോൾ അതുണ്ടാക്കി കൊടുക്കും. ബേക്കറി അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഉച്ചക്കത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ദോശ ഇട്ട് കൊടുത്താൽ ചൂടോടെ അത് കഴിക്കും. പിന്നെ രാത്രി ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കില്ല. ചോറുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ വെറുതെ ദോശ ചുട്ടുകൊണ്ട് നിന്നപ്പോൾ ഇങ്ങനെ അപ്പോൾ ക്യാമറ ഓണാക്കിയതാണ്. ചുട്ട് കഴിയാനായിരുന്നു. അങ്ങനെ ചിക്കൻ കറി ഉണ്ട്. നെയ്ച്ചോർക്ക് ഉണ്ടാക്കിയ ചിക്കൻ കറിയായിരുന്നു. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ലിയമോൾക്ക് ക്ലാസ് ലീവാണ്. നീനുവിനുണ്ട്. നീനു സ്കൂൾ വിട്ട് വരുന്ന ടൈം ആയിക്കണു. നെയ്ച്ചോർക്ക് പപ്പടവും തൈരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദാ നീനു വന്നു. നീനു വ്ളോഗ് എടുക്കണ കണ്ടിട്ട് അന്തം വിട്ടിക്ക്. അതിൻ്റെ ഇടയിൽ ലിയമോൾ എന്താ ക്ലേ കൊണ്ട് ഫ്രിഡ്ജും എന്തോ ഉണ്ടാക്കി വെച്ചിക്കണു. അത് കാണിച്ചു തന്നതാണ്. പിന്നെ ലിയക്ക് പിന്നെ റോസ്റ്റ് മതിയായിരുന്നു. അപ്പോൾ അവൾക്ക് രണ്ടെണ്ണം അത് ചുട്ട് കൊടുക്കിയിരുന്നു. അവൾക്ക് ദോശ വേണ്ട, ദോശയായിട്ട് വേണ്ട പറഞ്ഞു. അപ്പോൾ എല്ലാം മൊരിയിച്ച് 2 ദോശ റോസ്റ്റ് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളം കുടിക്കാടുത്തതാണ്. ഞാൻ ചായ കുടിക്കൂല. വൈകുന്നേരം ആയാലും ഞാൻ ചിയാ സീഡ് ഇട്ട വെള്ളം കുടിക്കും. അപ്പോൾ അതൊന്ന് വെറുതെ കാണിച്ചു തന്നതാണ് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ലിയമോൾക്കുള്ള റോസ്റ്റ് റെഡിയായി. നല്ല മുരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള റോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനത് പൊട്ടിച്ച് കാണിക്കണമൊക്കെ ഉണ്ട്. അതിനൊരു സൗണ്ടൊക്കെ വന്നു. അതൊന്നും വീഡിയോയിലില്ല. സൗണ്ട് ഓഫാക്കി ഞാൻ സൗണ്ട് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനും അവരുടെ കൂടെ തന്നെ കഴിക്കും. പിന്നെ രാത്രി കഴിക്കാനൊന്നും നിൽക്കില്ല. 6 മണിയാവും കഴിക്കുമ്പത്തിന്. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി കഴിക്കില്ല. അപ്പോൾ ദോശ ഞാനും കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് കോഴികൾക്ക് തിന്നാൻ കൊടുത്തിരുന്നത്. അപ്പോൾ അവരെന്ന് കണ്ടത്. അപ്പോൾ അവരെന്ന് കാണിച്ചു തരാമെന്ന് കരുതി. കോഴികൾ കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ 4 ആളുള്ളൂ. അവർ ഭക്ഷണം കൊടുത്തതാണ്, തിന്നാൻ കൊടുത്തത് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കാക്കച്ചിയുണ്ട്. കൂട്ടിലുണ്ട് കുറച്ച് കോഴികൾ. കൂട്ടിൽ കുറച്ച് കുട്ടികളാണ്. മുട്ടടാനൊന്നും ആയിട്ടില്ല. പഞ്ചായത്തിൽ നിന്ന് ഇട്ട കോഴികൾ തന്നെയാണ് ഒക്കെ. വിരിയിപ്പിച്ചതൊന്നുമല്ല. പിന്നെ ഇപ്പോൾ അതന്നെ ചക്ക വീട്ടിലുണ്ടായതാണ്. ചക്ക ചെറിയ തയ്യമ്മ 2-3 വർഷമൊക്കെ കഴിഞ്ഞു തൈ വാങ്ങി വെച്ചിട്ട്. ഇപ്രാവശ്യം 3 ചക്ക ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചപ്പോൾ ഉമ്മാക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ വീഡിയോ എടുത്തായിരുന്നു. ആ വീഡിയോ ഫോണിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.